ഇന്ന് നടക്കുന്ന എവിക്ഷൻ പ്രക്രിയയിൽ രേണുസുതി സേവ് ആകും ഇങ്ങനെ പറയാനുള്ള 1-2 കാര്യങ്ങൾ. ആ കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ. നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നേരത്തെയും രേണുസുതി എവിക്ഷൻ പ്രക്രിയ നേരിട്ട മത്സരാർത്ഥിയാണ്. അന്നൊക്കെ രേണുസുതി സേവ് ആയതാണ്. അതേപോലെ തന്നെ ഇന്നും സേവ് ആകും എന്ന് പറയാനുള്ള കാരണം, രേണുസുതി വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ബിഗ് ബോസിനകത്ത് കൊടുക്കുന്നില്ല. അത് എപ്പിസോഡ് കാണുന്ന ആൾക്കാരായാലും ലൈവ് കാണുന്ന ആൾക്കാരാണെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് അറിയാം. എന്നാലും ഇടയ്ക്ക് രേണുസുതിയുടേതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വളരെ രസകരമായിട്ട് പ്രേക്ഷകർ ആസ്വദിക്കുന്നുണ്ട്. ഒരു തഗ് കൂട്ടത്തിലാണ് രേണുസുതി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രേക്ഷകർക്ക് രേണുസുതി ഇഷ്ടപ്പെടും. മാത്രമല്ല, രേണുസുതി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പുറത്ത്. അവരുടെ ഒരു നല്ലൊരു ശതമാനം വോട്ട് രേണുസുതിക്ക് കിട്ടും. കാരണം നമുക്ക് സോഷ്യൽ മീഡിയ പോളുകളായാലും സോഷ്യൽ മീഡിയയിലെ നിരവധി കമൻറ്റുകളായാലും നമുക്കറിയാം രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ രേണുസുതിക്ക് ഇത്തവണയും വലിയൊരു സപ്പോർട്ട് കിട്ടും. രേണുസുതിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഞങ്ങൾ രേണുസുതിയിൻ്റെ പെർഫോമൻസ് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ചും കൂടി അവിടെ നിൽക്കട്ടെ, നോക്കാം എന്നൊക്കെയുള്ള ചിന്താഗതിക്കാരായ ഒരുപാട് ആൾക്കാർ, രേണുസുതിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പുറത്തുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ വലിയ തോതിൽ രേണുസുതിക്ക് വോട്ട് വരും. അത്തരത്തിൽ ഒരു ശതമാനത്തിലേക്ക് വോട്ടിംഗ് ഉയരാനും സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ രേണുസുതിയെ ഈ ആഴ്ചയൊക്കെ സേവ് ആയിരിക്കാം. രേണുസുതിയിൽ നിന്ന് നല്ല കണ്ടന്റ് കൂടി വന്നു കഴിഞ്ഞാൽ രേണുസുതി തീർച്ചയായിട്ടും മുന്നോട്ടുള്ള കുറേ ആഴ്ചകളിൽ അവിടെ തന്നെ നിൽക്കാനുള്ള, എവിക്ഷൻ പ്രക്രിയയിൽ വന്നാൽ പോലും അവിടെ നിൽക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്തായാലും ഇന്ന് രേണുസുതി സേവ് ആയിരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ ഒരു അഭിപ്രായം. കാരണം അത്രത്തോളം വോട്ട് രേണുസുതിക്ക് വരും, അത്രത്തോളം അഭിപ്രായം രേണുസുതിക്ക്. നെഗറ്റീവ് ഉണ്ടെങ്കിൽ കൂടി നല്ല അഭിപ്രായമുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക.